to Cutie the Beauty Soap Flowers Top Singer, powered by iTex Dazzler Luminous Liquid Makeup, Shantigiri Hirderanjini Paint Reliever Balm and Polycap. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. കുട്ടിക്കുറുമ്പന്മാർക്ക് ആത്മധൈര്യം പകരുന്ന നമ്മുടെ പ്രിയ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി, കുട്ടിപ്പാട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. അപൂർവ രാഗങ്ങളുടെ സംഗമവേദിയിലെ കൊച്ചുമിടുക്കൻ, നമ്മുടെ പ്രിയ ഗായകൻ ശ്രീഭുവൻ. വെൽക്കം ഓൺ സ്റ്റേജ്. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളിലൊന്നായ കമലദളം എന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. അപ്പോൾ കമലദളം എന്ന് പറയുന്ന സിനിമ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അതിൽ കുറേ മെലഡീസ് ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ ആ മെലഡീസിൽ ഒന്നായ സായന്തനം ചന്ദ്രിക എന്ന പാട്ടാണ് ഇന്ന് ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. ஆனாலும் இந்த மயக்கம் ஆகாது நெஞ்சே உனக்கு പോന്നാലും. എന്താണ്, ഏത് പാട്ടാ പാടണേ? സായന്തനം ചന്ദ്രിക. ആഹാ, എന്താ സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ ട്ടോ. വൻ പ്രതീക്ഷയിൽ കാത്തിരുന്നോട്ടെ പാട്ടിന് വേണ്ടിട്ട്. അസലായിട്ട് പാടും, ധൈര്യമായിട്ട് പാടും കേട്ടോ. ബ്ലെസ് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രികാ ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ ചന്ദ്രികാ ലോലമാ.
ചന്ദ്രികാ ലോലമാ. ഋതുവീണതൻ കരുണാർദ്രമാം ശ്രീരാഗമേ എങ്ങു നീ കുളിരോർമ്മയിൽ പദമാടുമെൻ പ്രിയരാധികേ എങ്ങു നീ നിൻ പ്രസാദ മധുരഭാവമെവിടെ നിൻ വിലാസലേ തരംഗമെവിടെ എന്നുൾ ചിരാതിൽ നീ ജീവനാളമായി ലോലമാ. നാലമ്പലം നലമിടും സ്വർഗമാ. മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ. സായന്തനം ചന്ദ്രികാ ലോലമാ. നാലമ്പലം നലമിടും സ്വർഗമാ. ശ്രീഭുവന, സർ, നീ കഷ്ടപ്പെട്ടടാ. ഞാനും കഷ്ടപ്പെട്ടു. കാരണം നമുക്കെല്ലാം കേൾക്കുമ്പോൾ ഭുവനിന് ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഒരു ഹമ്മിങ് 4 തുണ്ട്, അടുത്ത ഹമ്മിങ് 5 തുണ്ട്, പിന്നെ ലാസ്റ്റിൽ ഇടയ്ക്കൊക്കെ പാടുമ്പോഴത്തേക്ക് ആ സംഗതി കിട്ടാൻ വേണ്ടി അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് ഒരു വെട്ടിട്ട് ആ സംഗതി പാടി ഒപ്പിക്കുക. ഇതെന്താ ഫേവററ്റ് റൗണ്ടാ? മഞ്ഞ അങ്ങട് നിന്റെ ഫേവററ്റ് റൗണ്ട്. വേറെ ഒരു പാട്ടും കിട്ടില്ല നിനക്ക് എടുക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ല, ഗംഗ എനിക്കിഷ്ടമാണ്. അതൊന്ന് പാടുവോ? നീ നല്ല ജ്ഞാനസ്ഥനാണ്, നീ പാടി. പക്ഷെ ഇത് പാടി മുഴുപ്പിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ ഹമ്മിങ് എല്ലാം ഒറ്റയടിക്ക് വരണ്ടല്ലേ, അതെല്ലാം കട്ടായിട്ട് പാടി. ഞങ്ങൾ സഹിച്ചു, പൊട്ടെന്ന് വെച്ച്. പിന്നെ ബാക്കിയുള്ള വരികൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാം കട്ടായിട്ട് പോകുന്നു. നിനക്ക് തന്നെ പാടാൻ പ്രയാസം നേരിടുന്നു. അപ്പം നമ്മുടെ ഫേവററ്റ് റൗണ്ടിൽ നമുക്കിഷ്ടപ്പെട്ട പാട്ടായിരിക്കും, എന്നാലും നമുക്കത് പാടാൻ അതുപോലെ തന്നെ പാടി എത്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണ്ടേ. നീ പാടി ഇല്ല എന്ന് പറയുന്നില്ല, നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. പക്ഷേ ഇതുപോലെ അല്ല, കാരണം പാട്ട് ഇതുപോലെ അല്ല. കാരണം അതിനകത്ത് ഒരുപാട് ചേരുവകളൊക്കെ ഉണ്ട്. കാരണം രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളിലും കുറച്ച് ലളിതമായിട്ട് ഉള്ള പാട്ടുകളുണ്ട്. അത് നോക്കിയിട്ട് പാടാമായിരുന്നു എന്നാണ് എൻ്റെ ഈ പാവപ്പെട്ടവൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഓൾ ദ ബെസ്റ്റ് എന്നല്ലാതെ അങ്കിളിന് എന്ത് പറയാൻ പറ്റും? ഓൾ ദ ബെസ്റ്റ്. ഇങ്ങോട്ട് വാടാ ഭുവനകുമാര. നീ தொலை தூரத்தில் உனை நான் தேடினேன், ஏன் கனவாகினாய் എന്തൻ வாழ்விலே. എന്തിനാണ് ഈ ഉമ്മ എന്നറിയാം? കഷ്ടപ്പാടിന്. ഈ പാട്ട് ബ്രില്യൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തത്. എനിക്കറിയാം ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി ടഫ് സോങ് ടു സിങ്. പ്രത്യേകിച്ചും ലൈവായിട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഓരോ ഭാവങ്ങളും ഓരോ അതിൻ്റെ സംഗതികളും അല്ലേ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഞാനൊരു കുറച്ച് എനർജി തരാം. உனக்காக
എനർജി കിട്ടും. ഈ എനർജി എന്തിനാണെന്നറിയാം? ആദ്യത്തെ ഹമ്മിങ് ഒറ്റ ശ്വാസത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെയ്യോ? ഓക്കെ, ഒരു പൊന്നുടിയിൽ ഞാൻ സാய்ந்தால் போதும் വിരവിൽ വരുവാൻ. ശ്വാസം എടുത്ത് എനർജി എവിടെ പോയി? അത് ഒന്നിച്ച് അതിന്റെ ആ പഞ്ചമ ആ പാ നീട്ടുന്നില്ലേ, അത് കുറച്ച് നീട്ടൽ കുറയ്ക്കൂ. അങ്ങനെ പോട്ടെ. കുറച്ചുകൂടെ ശ്വാസം എടുത്തിട്ട് പാടും. ഇങ്ങനെ പാടും. അടുത്തത് ഓക്കെ. ഞാനിവിടെ ട്രൈ ചെയ്തെന്ന് അറിയാമോ? എനിക്ക് എനർജി തരാനുള്ളത് ആകെ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഞാൻ എക്സ്ട്രോണ്ടറി മനുഷ്യനൊന്നുമല്ല എനർജി ഇങ്ങനെ തരാനായിട്ട്. പക്ഷെ എൻ്റെ എന്താണ് പറയാ, എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഗുരുത്വമാണ്, എൻ്റെ ഗുരുക്കന്മാർ. അതാണ് ഞാൻ നിനക്ക് തന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പടി ഇങ്ങനെ കയറണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചതും എൻ്റെ ഗുരുത്വം അങ്ങോട്ട് തന്നത് കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാൻ പറ്റൂല, പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ പറ്റണം. അതാണ്. അപ്പൊ ഇപ്പൊ അവസാനത്തെ സംഗതി ഒന്നുകൂടെ അത് ഒന്നിച്ചു പാടും. അതല്ല അത് ഗമദനിസ ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തിട്ട് പാടാം. അങ്ങനെ വരണം, അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തിട്ട് പാടും. റെഡി? ശ്വാസം. പിന്നെ എങ്ങനെയാ? അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആ എനർജി നമുക്ക് കിട്ടും, ഷുവറായിട്ട് കിട്ടും. കാരണം ഭുവനൻ ഭയങ്കര മിടുക്കനാണ്. ആ മിടുക്കനാണ് നമുക്ക് ഗൈഡ് കൊടുക്കേണ്ടത്. സോ ഇറ്റ്സ് എ ബ്രില്യന്റ് അറ്റംപ്റ്റ്. ഗ്രേറ്റ് രവീന്ദ്രൻ മാസ്റ്റർ, കൈതപ്പുറം സർ, സിബി മലയിൽ സർ, ഓഫ് കോഴ്സ് ലാലേട്ടൻ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ട് ഇവിടെ സമ്മാനിച്ചതിന് ഒരു നമസ്കാരം. ഭുവനകുമാര. സിതു ശ്രീ, നല്ല സോങ് സെലക്ഷൻ ഇൻ ദ സെൻസ് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ മേ ബി ഇപ്പം പരീക്ഷയും ഒക്കെ അല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടായിരുന്നു തോന്നി ഈ പാട്ട്. ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട്. ഇപ്പം MJ ഞങ്ങൾ പാടിച്ചപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പാടിയാൽ മാത്രമേ നടക്കുള്ളൂ അത്, അല്ലേ? ആ ഹമ്മിങ് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പാട്ടിൽ. എന്നാൽ ചില സ്ഥലങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പാടുന്നുണ്ട്. പിച്ചിങ്ങിന്റെ വലിയ വലിയ ഇഷ്യൂസ് അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോഴേ നമ്മൾ ആസ്വാദനത്തിന് അതിങ്ങനെ ബ്രേക്ക് വരുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇങ്ങനെ ഒഴുകി വരുന്നൊരു പാട്ടല്ലേ അത്. നിലാവ് മാതിരിയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ, അതാ തോന്നുക എപ്പോഴും. അങ്ങനെയുള്ളൊരു പാട്ടിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം എന്താ പറയുക, ഇത്രയും ഇങ്ങനെ അതിനെ ശല്യപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ശബ്ദം കൊണ്ടും അങ്ങനെയൊക്കെ. മനസ്സിലായില്ലേ കണ്ണ എന്താ പറയണത്? മോൻ എന്നെ കേൾക്കുമ്പോൾ തോന്നും പക്ഷെ എനിക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പാടായിരുന്നു എന്ന്.
ഇതിപ്പോ ഫേവറേറ്റ് റൗണ്ട് അല്ലേ, അതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ക്ലീൻ പെർഫോമൻസ് തരാവുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്യായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അത് മോൻ്റെ ഇഷ്ടമാണ്. ഫേവറേറ്റ് റൗണ്ടിൽ എടുക്കണം തോന്നിയപ്പോൾ എന്താ ചെയ്യാ. നല്ല ശ്രമം. ശ്രീയുടെ ഇങ്ങനെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു വയ്യായികയൊക്കെ കുറേ മാറി, ഇപ്പം ഇല്ലാന്ന് തന്നെ പറയാം അല്ലേ. ഇപ്പൊ സുഖമായി. അപ്പൊ ഇനിയിപ്പോൾ അങ്ങനെ നല്ല നല്ല പാട്ടുകൾ എടുക്കൂ, ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്യൂ. പിന്നെ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുത്തേ ഇങ്ങനത്തെ പാട്ടുകൾക്ക്. ഹെവിയാണ് ഇത്തരം പാട്ടുകളെ. അതൊരു സ്റ്റേജിൽ ലൈവായിട്ട് ഈ കുഞ്ഞു ശ്വാസകോശത്തു നിന്ന് വേണ്ട ഇതിനൊക്കെ ശ്വാസം ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് കൃത്യമായ പ്ലാനിങ് വേണം. അപ്പോൾ ഈ പാട്ടിനെയൊക്കെ ടോട്ടലായിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാനല്ല നോക്കണ്ടേ, ഇതിനൊക്കെ പിരിച്ച് പല്ലവി ആദ്യം സ്റ്റഡിയാക്കുക, ഹമ്മിങ് മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ സമീപിക്കുക, പല്ലവി വൃത്തിയാക്കുക, അനുപല്ലവി, അങ്ങനെ ഓരോ ഏരിയ നീറ്റാക്കി കൊണ്ടുവരണം. ഓക്കെ. കാരണം അത്ര പഠിക്കാനുണ്ട്. ഈ പാട്ടൊക്കെ പഠിക്കുന്നതോട് കൂടിയിട്ടൊരു ലെസൺ പോലെയാണ്. ഓക്കെ. അപ്പൊ അത്രയും സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് എടുക്കണം ഇത്തരം പാട്ടുകൾ. അപ്പൊ ശ്രീഭുവൻ അസലായിട്ട് പാടിയിട്ട് പോകും ഇത്തരം പാട്ടുകൾ. ഓക്കെ. പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. എനിക്ക് സങ്കടമൊന്നും വരരുത് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിൽ. ഓക്കെ മാ, ഗോഡ് ബ്ലെസ് യു. സിത്തു ലാസ്റ്റിൽ എന്താ പറഞ്ഞ സങ്കടം വരരുത്. നിനക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ, സങ്കടമേ ഇല്ലല്ലോ. ഇല്ലേ, ഒരടി തന്നാ പോലും സങ്കടം വരുമോ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ വരട്ടെ, വടിയെടുത്തുണ്ട്. അടിക്കാൻ വരട്ടെന്നാണ് ചോദിക്കുന്നത്. വന്നോട്ടെ. എന്തൊരു ധൈര്യശാലി അല്ലേ, എന്തൊരു ധൈര്യശാലി. ഞാൻ അങ്കിളിന് അത് തന്നെ വേണം. അടിക്കാൻ വരട്ടെ എന്ന് വെച്ചാൽ വരാൻ പറഞ്ഞു ധൈര്യമായിട്ട്. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാന്നില്ല. കാരണം ഇത്രയും വലിയ പാട്ടൊക്കെ നീ പുല്ലുവല്ല എടുത്തോണ്ട് വന്നില്ലേ. അപ്പൊ നീ എന്നെ അടിക്കുമെന്ന് എനിക്ക് പേടിയാ. ഇവിടെ ശ്രീഹരി എന്നെ നോട്ടോട്ട് വെച്ചിട്ട് പോയിരിക്കും. കാരണം അടിക്കുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കും. കാരണം എനിക്കിപ്പോ ഈ പിള്ളേരുടെ നടി കിട്ടുമെന്നുള്ള പേടിയിലാണ് ഞാനിപ്പം ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രേഡ് പറയാം അല്ലേ? ചോദിച്ചോ. സാറല്ല, മുത്തുമണി. മുത്തുമണി ഏതാ ഗ്രേഡ്? മുത്തുമണി ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? കോടാനുകോടി. ഗ്രേഡ് വരുന്നുണ്ടോ? സംസ്കൃതത്തിൽ സോപ്പെടുത്തു. മുത്തൂസ് പറയല്ല, പാടുകയാണ് ഞാൻ ശരിക്ക്. ഭുവന A+ ആണ് ഗ്രേഡ്. A+ ആണ് ഗ്രേഡ്. എന്താണ് ഇങ്ങനെ അത്തോട്ട് നിൽക്കണേ? A+ ആണടേ ഗ്രേഡ്. താങ്ക് യു സർ. നമുക്ക് വിളിക്കാം. വിളിച്ചോ. ലോനപ്പം പിള്ളേ. ലോനപ്പം പിള്ളേ. So congratulations, you are awarded A+. താങ്ക് യു സർ. നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ. പാട്ടിന്റെ തിരമാലകൾ തീർത്ത് പ്രേക്ഷക മനസ്സിൽ സ്നേഹക്കടൽ തീർത്ത നമ്മുടെ സ്വന്തം സ്നേഹയാണ് ഇനി പാടാനെത്തുന്നത്. വെൽക്കം സ്നേഹ ഓൺ സ്റ്റേജ്. പി ഭാസ്കരൻ മാസ്റ്റർ റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ എന്ന് പറയുന്ന പാട്ടാണ്. ഈ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി ആണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. ജാനകിയമ്മ പാടിയ പോലെ ഈ പാട്ട് അതേ ഫീല് കൊടുത്ത് പാടാൻ ഞാൻ ശ്രമിക്കാം. ഇതാരാ, പൂമ്പാറ്റയാണോ? ആണോ? സ്നേഹല്ല, സ്നേഹയാണ്. സ്നേഹ പൂമ്പാറ്റയാണോ? ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടു കേട്ടോ പൂമ്പാറ്റനെ. താങ്ക് യു. നല്ല ഡ്രസ്സാണ്. ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. പൂമ്പാറ്റയല്ല, പിന്നെ പച്ചക്കുതിര. പച്ചക്കുതിര. പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്കറിയാം. എന്താണ്? പുൽച്ചാടി. പുൽച്ചാടി. പുൽച്ചാടി ഒന്ന് ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? പൈസ കിട്ടുമെന്നല്ലേ പറയാ? പക്ഷെ ഇയാൾക്ക് കിട്ടുന്ന അടിയായിരിക്കും. എന്തിനാ? അത് കറുത്ത പുൽച്ചാടിയാ വന്നിരിക്കുന്നത്. കറുത്ത പുൽച്ചാടി കിട്ടും. ഇങ്ങനെയുണ്ട് കഥകൾ കേട്ടാ. അതെനിക്ക് അറിയില്ലായിരുന്നു. അവിടെ പോയിരുന്നോ? ഞാൻ മോടത്ത് കുറെ കാര്യങ്ങൾ ആയിക്കോട്ടെ. ടാറ്റ. ടാറ്റ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊളിക്കണം.
മീനൂട്ടി പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. കണ്ടോ? പൊളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ അർത്ഥം? തകർക്കണം എന്നാ ഉദ്ദേശിച്ചേ. അടിച്ചു പൊളിക്കണം. അല്ല, അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പാട്ടിനെ എങ്ങനെയാണ് ഈ അടിച്ച് പൊളിക്കുന്നത്? ശ്ശോ. പാട്ടിനെ നന്നായിട്ട് പാടുകയല്ലേ വേണ്ടത്? നന്നായി പാടണം. അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല, പാട്ടിനെ പൊളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിനെ പൊളിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, അതിന്റെ മാധുര്യം നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെയാ പാടാൻ പോണേ? പാട്ടിനെ പൊളിക്കാൻ പോണോ അതോ അടിച്ചു പൊളിക്കാൻ പോണോ അതോ പാട്ടിനെ നന്നായി പാടാൻ പോണോ? പാട്ടിനെ നന്നായി പാടാൻ പോവാണ്. മക്കളെ ഏത് പാട്ടാ പാടണേ? ഞാനിന്ന് പി ഭാസ്കരൻ മാസ്റ്റർ റൗണ്ടിൽ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി. ആഹാ, ഇതിനപ്പുറം എന്ത് വേണം സന്തോഷിക്കാൻ? ചക്കരയായിട്ട് പാടും കേട്ടോ. പ്രാക്ടീസ് ചെയ്യണൊക്കെ കേട്ടു, അതേമാതിരി തന്നെ പാടും. ഈ പാട്ട് പാടുമ്പോൾ പാട്ടിന് ഒരുപാട് സ്നേഹം കൊടുക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട് കേട്ടോ. എണ്ണാന്ന് അർത്ഥമുണ്ട്. ഈ ആയുർവേദത്തിൽ സ്നേഹപാനം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ സ്നേഹത്തിൽ തരുന്ന ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, 21 ദിവസം ഈ എണ്ണ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഛർദ്ദിച്ചു കളയുന്ന പ്രോസസ്സാണ് സ്നേഹപാനം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹപാനത്തിനെ പറ്റിയല്ല പറഞ്ഞ്, ഒരുപാട് സ്നേഹത്തോടു കൂടി സ്നേഹക്കുട്ടി ഈ പാട്ട് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സുന്ദര രാഗമായി
you കണ്ണേ. സ്നേഹക്കുട്ടി പാട്ടിനെ പൊളിക്കാണ്ട് പാടിയോ? നന്നായിട്ട് പാടി, ഒരു നല്ല കൈ കൊടുക്കാം. താങ്ക് യു സർ. ഞാനിങ്ങനെ കേട്ടപ്പോൾ സംഗതികളൊക്കെ ഇങ്ങനെ മാറിപ്പോയതുപോലെ തോന്നി. പിന്നെയാണ് ഞാൻ കുട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനാണോ? അപ്പോൾ പറഞ്ഞു, ജാനകിയമ്മ പാടിയ വെർഷനാണെങ്കിൽ ഏകദേശം ഇങ്ങനെയാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ദാസേട്ടൻ പാടിയ സ്ഥലങ്ങളാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഫീമെയിലിന്റെ വെർഷനെ പഠിച്ചത്. അതെ അതെ അതെ. ഈ മാമക കരാങ്കുലിയില്ലേ, ശ്രുതി ഒന്ന്. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മോളത് പാടിക്കുക എങ്ങനെയാണ്? മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി ആ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. മോള് പാടുന്നേ? പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു നീ 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 രേസ, അങ്ങനെ പാടുന്നല്ലേ? അതെ. ഓക്കെ. അതുപോലെ തന്നെ മുക്താനുരാഗത്തിന്റെ പാന ഭജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. മുക്താനുരാഗത്തിന്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. അതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ടും കേട്ടിട്ടുണ്ട്. മോള് നന്നായിട്ട് പാടി, പക്ഷേ കുറച്ച് ശ്രുതി പല സ്ഥലങ്ങളിലും. ഇന്നലെ നീ ഒരു സുന്ദരരാഗമായ പൊന്നോട കുഴലിൽ വന്ന് ഒളിച്ചിരുന്നു എന്നുള്ള സ്ഥലത്തൊക്കെ ശ്രുതി ശുദ്ധമായിട്ട് പാടണം. ഒന്നര പാടിക്കുമ്പോൾ ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ മോള് കുറച്ചൊരു കോൺഫിഡൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പാടി. മറ്റേ തേക്കിൽ പാടിയപ്പോഴത്തേക്ക് കുറച്ച് വിട്ടുപോയി. ഈ ലാസ്യം വരുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഒന്ന് ഒഴുകി അങ്ങ് റൈറ്റിലോട്ട് പോയിട്ട് ശ്രുതിക്കകത്ത് ശകലം പ്രശ്നം വന്നു. പിന്നെ ഇടയ്ക്കൊരു ശ്വാസം മുട്ടൽ, ഒരു ലൈൻ അങ്ങ് വിഴുങ്ങിയല്ലേ? അതെന്ത് പറ്റി? വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ പറ്റി അല്ലേ? അതൊന്നും സാരമില്ല മോളെ. അപ്പൊ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സ്നേഹക്കുട്ടി നല്ല സ്നേഹത്തോടെയാണ് പാടി കേട്ടോ. അങ്കിൾ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ കാണുന്ന ഒരു വളരെ വലിയ പോസിറ്റീവ് സിത്തു എന്ന് പറയുന്നത്, ഇപ്പൊ സ്വാമി മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്കും ആ ബേഗട രാഗത്തിനെ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ സത്തിനെയാണ് നമുക്ക് തരുന്നത്. മോള് ബേഗട രാഗമൊന്നും പഠിച്ചിട്ടില്ല, കല്യാണി രാഗവും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹമീർ കല്യാണി പഠിച്ചിട്ടില്ല. പക്ഷെ ഈ രാഗങ്ങളൊന്നും പഠിക്കാതെ തന്നെ ഇത് പാടാൻ പറ്റുന്നില്ലേ? അതിനാണ് കൈയടി കൊടുക്കേണ്ടത്. ദാറ്റ് ഷോസ് യു ആർ അബൻഡന്റ്ലി ടാലന്റഡ്. അതിനാണ് അങ്കിൾ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പാടുതൽ ശ്രീമാരേട്ടൻ പറഞ്ഞ പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മേളിൽ എന്തെന്ന് പറഞ്ഞാൽ, സ്നേഹക്കുട്ടി ആ രാഗങ്ങളുടെ ആ പരിചയമില്ലായ്മ അതിന് മേളിൽ കടന്ന് ടാലന്റ് കൊണ്ട് അതിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലേ സിത്തു? യാ, ദാറ്റ് ഇസ് വണ്ടർഫുൾ കേട്ടോ. മാത്രമല്ല, താങ്ക്സ് ഫോർ ദിസ് സോങ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ കൊച്ചുകുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പാട്ടിൻ്റെ ചെറിയ ലോകങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പാടും, എൻ്റെ ചേട്ടൻ മൃദംഗം വായിക്കും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പാടും. അപ്പോൾ എപ്പോഴും പാടാൻ പറഞ്ഞാലും ഉടനെ അച്ഛനും അമ്മയും കൂടെ പാടുന്ന, അവർ രണ്ടുപേരും ചേർന്ന് പാടുന്ന ഒരു ഡ്യുവറ്റാണ് ഇന്നലെ നീയൊരു. അങ്ങനെ എനിക്ക് ചിരപരിചിതമായിട്ടുള്ള പാട്ടാണ്. സോ താങ്ക് യു ദിസ് സോങ്. അതാണ്
ഞാൻ സ്നേഹം എന്ന് പറഞ്ഞില്ലേ, കുറച്ചും കൂടെ സ്നേഹിക്കാൻ പറ്റും, ഇത്തിരി കൂടെ. ഇപ്പൊ നീ ഒരു കൃത്യം ശ്രുതി, ഇന്നലെ നീയൊരു ആ നോട്ടിൽ കൃത്യമായിട്ട് അതുമായിട്ട് ചേരുമ്പോഴാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത്. പഠിക്കും. ഇന്നലെ നീയൊരു സുന്ദരരാഗമായി പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. മാനത്തെ മട്ടുപ്പാവിൽ ഇങ്ങനെ മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരാകാന നിർച്ചരി കേട്ടു തരിച്ചു നിന്നു. ഓക്കെ. ഗാനം നിർച്ചരി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. നിർച്ചരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാഹം. പ്രവാഹമേ ഗംഗ പ്രവാഹമേ, കേട്ടില്ലേ ആ പാട്ടൊക്കെ? കേട്ടിട്ടുണ്ട്. സ്വരരാഗ ഗംഗ പ്രവാഹമേ. പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. അപ്പൊ ഗാനത്തിന്റെ ഒഴുക്ക്. മാനത്ത് ഒരു മട്ടുപ്പാവുണ്ട്, അവിടെ ഈ താരകാനാരിമാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാകുന്ന സ്ത്രീകൾ, അവര് ഈ ഗാനത്തിന്റെ പ്രവാഹം കേട്ട് തരിച്ചു നിന്നുപോയി. അയ്യോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ട് പാടുന്നത് എന്ന് കേട്ടിട്ടാണ്. അപ്പോൾ സ്നേഹക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ടായിരിക്കും ആ ഇവിടെയൊക്കെ നക്ഷത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ കേട്ട് തരിച്ചിങ്ങനെ നിൽക്കാട്ടോ. എന്തായാലും സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിലും സൂപ്പർ ആക്കണം, ആക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഷൂട്ട് പണിയിടുക. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സ്നേഹകുട്ട, എന്തോ മാം? പാടിയപ്പോൾ എനിക്ക് തോന്നിയത് മോളെ ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നി. സാധാരണ അങ്ങനെ സ്നേഹയ്ക്ക് വരാത്ത തരത്തിലുള്ള ചെറിയ ശ്രുതി പ്രശ്നമുള്ളത് മാതിരി തോന്നി. പ്രത്യേകിച്ച് സസ്റ്റെയിൻ പാടുന്ന സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എം ജി അങ്കിളും പറഞ്ഞു കഴിഞ്ഞു അതിൽ പോർഷൻസ് ഒക്കെ. ഇന്നലെ നീ ഒരു മായൻ എന്ന് പറഞ്ഞില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ എൻ്റെ ചെയ്യണ വരികളൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു മോൾക്ക്. മനസ്സിലായോ? അത് പാടി അവസാനിപ്പിക്കുമ്പോൾ അതിങ്ങനെ തിരിച്ച് പിടിക്കുക. ഇന്നലെ നീയൊരു സുന്ദരരാഗമായി എന്ന് അവസാനിപ്പിക്കുന്നില്ല, അതിന് പകരം അതിങ്ങ് തിരിച്ചെടുക്കണു. ശ്വാസം വലിക്കുന്ന കൂട്ടത്തിൽ എന്നുള്ളത് ഉള്ളിലേക്ക് പോവാ. പിന്നെ പൊന്നോട കുഴലിൽ വന്ന് ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ ഒളിച്ചിരുന്നു എന്നുള്ള ശ്രുതി ഇങ്ങനെ കയറി ഇറങ്ങിയാണ് കറക്റ്റ് ശ്രുതിയിലേക്ക് വന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോക്കുന്നെന്തോ വെള്ളം ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു, സാധാരണ ഇല്ലാത്ത മാതിരി ഊമനീരിങ്ങനെ ഇറങ്ങി പോകാനുള്ളൊരു അല്ലേ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ 2-3 വരികൾ അങ്ങനെ കട്ടായി പോയി. ഈ പല്ലവിയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോർഷൻസ് പാട്ടിന്റെ അവിടെ ഉണ്ടായിരുന്നു കണ്ണ. അത് മോക്കിന് രണ്ടാമത് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ചില ദിവസം അങ്ങനെ പറ്റുമല്ലോ, ആർക്കായാലും എന്തുകൊണ്ട് സംഭവിച്ചെന്ന്. പാടിയപ്പോ ഞാൻ ഇല്ലായിരുന്നു അങ്ങളെ. അല്ല, ഈ ടെൻഷനൊക്കെ ഇപ്പൊ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് മീനൂട്ടിയാണ്. അല്ലല്ലോ, അല്ല അതുകൊണ്ടല്ല അങ്ങളെ, അല്ല ഇത് ശരിയല്ല മീനൂട്ടി, ശരിയല്ല. അതുകൊണ്ടല്ല, നോട്ട് ഓക്കേ. ഞാൻ പാട്ട് പാടിയപ്പോ ഡോണ്ട് അവിടെ ഇരിക്കായിരുന്നു. മീനുട്ടി കരയൂട്ടോ സാർ, ചേടാ. ഇല്ല, സ്നേഹമുള്ളവരോട് എന്തും പറയാം ഞങ്ങക്ക്. ചിലപ്പം തല്ലും. എനിക്കും പറയാമോ? എനിക്ക് ഭയങ്കര സ്നേഹം നിങ്ങളുടെ അടുത്ത്, ഞാനും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയൂ. അപ്പൊ അത്രേ ഉള്ളൂ സ്നേഹക്കുട്ട. ഇന്ന് സാധാരണഗതിയിൽ സ്നേഹം പാടുന്ന ആ ഒരു സൂപ്പർ പെർഫെക്ഷൻ ഇല്ലേ, അതെന്തുകൊണ്ടോ കണ്ടില്ല. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇപ്പൊ പിന്നെ ഈ സാറ് പറഞ്ഞ മാതിരി ഈ ഇങ്ങനെയുള്ളൊരു പാട്ട്, വളരെ ആഴമുള്ള ഒരു പാട്ടിനെ മോള് പഠിച്ച് പാടുക എന്ന് പറയുന്നത്, അതും വലിയൊരു പെർസെൻറ്റേജ് ഭംഗിയാക്കുക എന്നുള്ളത് മോൾക്കൊരു അത്ര അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ആ അനുഗ്രഹത്തിൽ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോക്കോളൂ. ഓക്കെ അമ്മ, ഗോഡ് ബ്ലെസ് യു. ആരാണ് ഇത് പഠിപ്പിച്ചത്? ഈ പാട്ട് പഠിപ്പിച്ചതാരാ? ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാ. ആണോ? ഗ്രൂം ചെയ്താരാ? വൈശാഖ് സാറ്, ശ്യാം സാറ്. അവരെങ്ങനെയുണ്ട് നമ്മുടെ ഗ്രൂമേഴ്സ്? നല്ല നീ പണി കൊടുത്താലോ കുറ്റമൊക്കെ പറഞ്ഞിട്ട്. ശ്യാമിനെ നമ്മൾ പലപ്പോഴും വേദിയിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് വൈശാഖിനെ ഈ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. വൈശാഖിനെ നമുക്ക് കാണാം ഒരു നല്ല കയ്യടിയോടുകൂടി. ഹലോ വൈശാഖ്. യു ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ കുഞ്ഞുങ്ങൾക്ക് കയ്യടി കിട്ടുന്ന പോലെ നിങ്ങൾക്കും ആ കയ്യടി അർഹിക്കുന്നു, അതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. വെരി ഗുഡ്. പ്രത്യേകിച്ചും ഈ ഇത്രയും ആഴം എന്നുള്ള വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പാട്ടിന് ആഴമുണ്ട്.
ആ ആഴം അറിയാൻ പറ്റാതെ നിൽക്കുന്ന, എന്നാൽ ഏറെ ടാലൻ്റ് ഉള്ള നമ്മുടെ കുഞ്ഞിനെ ആ ആഴം മനസ്സിലാക്കി കൊടുക്കുന്ന ആരാണോ അതാണ് ഗുരുനാഥ്. താങ്ക് യു സർ. വണ്ടർഫുൾ വണ്ടർഫുൾ. താങ്ക് യു. വെരി ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം സാർ. കാരണം പിള്ളേരൊക്കെ നന്നായിട്ട് പാടുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുമാണ് അതിൻ്റെ ഒരു സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അവർ അതിനേക്കാളും മനോഹരമായിട്ട് അവർ പാടുന്നു. അതിൽ വളരെ സന്തോഷം അതല്ലേ. അപ്പൊ ഗുരുനാഥൻ അടുത്ത് നിൽക്കുമ്പോ തന്നെ മുത്തുമണി പറയുന്നുണ്ട്. ആ മുത്തുമണി സേസ്, ഈ സ്നേഹയുടെ ടാലന്റ് ഉണ്ടല്ലോ അത് അപൂർവമാണ്, അത്യപൂർവമാണെന്നാണ് മുത്തുമണി പറയുന്നത്. വെരി റെയർ ടാലന്റ് സ്നേഹ ഹാസ് ഗോട്ട്. സോ ഈ പാട്ടിന് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും എ എന്നുള്ള ഗ്രേഡ് അല്ല. എ ആണെങ്കിൽ മുത്തുമണി ഒന്നും പറയില്ലല്ലോ. പറയില്ല. ആ, മുത്തുമണി പറയുന്നു A+ ഗ്രേഡ് കൊടുക്കണം. താങ്ക് യു സർ. ലോനപ്പൻ പിള്ളേ, ലോനപ്പൻ, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+ ഫോർ ദ സോങ്. വെരി താങ്ക് ഗുഡ്. യു സർ. താങ്ക് യു. സ്നേഹ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുറുമൊഴിയുടെ കാട്ടിലെ കുളിരൊളിവിൽ നീളവേ കനവു നെയ്ത നെഞ്ചിലെ കവിത മോളി മെല്ലവേ. പാട്ടിന്റെ സ്നേഹവേദിയിലെ രാഗവിസ്മയം ശിവാനി, വെൽക്കം ഓൺ സ്റ്റേജ്. എൻ്റെ മേക്കപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. പെർഫോമൻസ് റൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് ദാദാ സാഹിബ് എന്ന സിനിമയിലെ അല്ലിയാമ്പൽ പൂവ് എന്ന് പറയുന്ന പാട്ടാണ്. ചിത്രാമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇത് നല്ലൊരു ഹാപ്പിനെസ് മോഡുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. ഇതാരായത്? ദൈവമേ. പ്രത്യേക വേഷം. ഷൂ ഒക്കെ കാണിച്ചിട്ടാണല്ലോ പാവാടയൊക്കെ ഇട്ടേക്കണേ. അതെ. ഏത് പാട്ടാ കണ്ണാ? അല്ലിയാമ്പൽ പൂവ്. അല്ലിയാമ്പൽ പൂവ്. ഓക്കെ, നന്നായിട്ട് പാടണേ. സ്റ്റൈലായിട്ട് കാണാൻ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടൂ. താങ്ക് യു. അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? പൂനിലാവു നെയ്തോ പുടവ തന്നു മാരൻ അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ? തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ? തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ? അവൻ മുത്തശ്ശിക്കൊരു
ശിവാനി ഭയങ്കര ഡാൻസർ ആണല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഡാൻസ് ഒക്കെ കാണുന്നു ഇല്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ശിവാനി ഭയങ്കര ഡാൻസർ ആണ്. ആണോ? ആ, നന്നായിട്ട് ഡാൻസ് ചെയ്യും ശിവാനി. നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പാടി, എല്ലാം നന്നായിരുന്നു. ഡാൻസേഴ്സ് നന്നായിരുന്നു. ഓർക്കസ്ട്രയ്ക്ക് ഇഷ്ടം പോലെ വായിക്കാനുണ്ടായിരുന്നു. കാരണം കൈയെടുക്കാതെ കണ്ണനിരിക്കുന്നുണ്ട്. വയലൻസിനാണ് കിചി 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 എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം. പിന്നെ മറ്റേ കൈ പോയില്ലേ, ഇത് പ്രാക്ടീസ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ജോലി ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. മോള് പാടി, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മോള് പഴയതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കാരണം വോയിസ് തുറന്ന് പാടുന്നുണ്ട്, പക്ഷെ മേളിലോട്ട് പോണ പോർഷൻ ഉണ്ടല്ലേ, ഹെഡ് വോയിസ്, അതിപ്പോഴും ഒന്ന് സംശയിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ. ആദ്യം പാടുമ്പോഴത്തേക്ക് ഒന്ന് എത്തുന്നുണ്ട്, എത്താതെ വരുന്നുണ്ട്. രണ്ടാമത് പാടുമ്പോൾ എത്തുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പോർഷൻ തൊട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ മോളെ. അതായത് അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ട്, ആ പോർഷൻ തൊട്ട് എൻ്റെ വരെ ഒന്ന് പാടിക്കും. ശ്രുതി ചേർത്ത് പാടും. അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ, അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ. ഈ താളത്തിൽ വന്നോട്ടെ, ഋതം മാത്രം ഇടും. ശ്രുതി. അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ, അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ. ഹേ നാണിക്കാതെ ആ നോട്ട് എന്താണ്? ആ നോട്ടാണ്. അത് ക്ലാരിറ്റി ഇല്ല മോളെ, ഒന്നുകൂടെ പാടിക്ക്. അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ, ഹേ നാണിക്കാതെ കാര്യം ചൊല്ലു മുത്തമ്മേ മുത്തമ്മേ മുത്തമ്മേ. അവിടെ ഗാന്ധാരം തെളിക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ? കാരണം മുത്തമ്മേ തന്നീ മുത്തമ്മേ മുത്തമ്മേ, ഇത് കാറ്റാണ് കേൾക്കുന്നത്. തെളിച്ച് പാടും. മുത്തമ്മേ ആ അല്ല മോളെ, മുത്തമ്മേ മുത്തമ്മേ. അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ക്ലിയർ ആയിട്ട് പാടും, അത് വ്യക്തമാവട്ടെ. മുത്തമ്മേ 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 മുത്തി മുത്തമ്മേ മുത്തമ്മേ മുത്തിയമ്മേ. മലിയുണ്ട്, താളത്തിനൊക്കെ പോണു. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും, അതായത് അവൻ മുത്തശ്ശിക്കൊരു മുത്തം തന്നിട്ടുണ്ടോ, പിന്നെ തങ്ക സ്വപ്ന വൃന്ദാവനത്തിൽ, ആ രണ്ട് അവിടം തൊട്ട് താഴോട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ആ നോട്ട്സ് ഒന്നും ക്ലിയർ ആവുന്നില്ല പാടുന്നത്. അപ്പൊ ആ നോട്ട്സ് ക്ലിയർ ആയാൽ മാത്രമേ അവിടെ ഒരു എന്തോ ഒരു പുക പോലെ കേട്ടെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയോ, മുത്തമ്മേ ഗഗരിത ഗരേ ഗരിത ധീരാരി, അങ്ങനെ വരണമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ കുറച്ച് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ലാ 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 ലീ എന്ന് പറയുന്നിടത്തൊക്കെ നല്ല ക്ലാരിറ്റി വോയിസിന് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി ഒതുക്കുന്നു. അതെന്തിനാ നമ്മൾ ഒതുക്കുന്നേ? ആര് പറഞ്ഞു ഒതുക്കാൻ? ഒന്ന് തുറന്നു പാടിക്കേ, മുത്തമ്മേ. അതാണ് അത് അവിടെ തുറന്ന് കുറച്ചുകൂടെ, മുത്തമ്മേ. ആ ഇപ്പൊ മോള് വേറൊരു സൗണ്ടിങ്ങിലോട്ട് പോവാണ്, മേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അത് നോക്കണം. ഞാനിപ്പോ എനിക്ക് ഇത്രേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ആ പാട്ട് പാടുമ്പോൾ ടോട്ടലായിട്ട് ഒരു വോയിസ് ആയിരിക്കണം. അതിൽ ഏകദേശം ഒരു 60% വരെ വന്നിട്ടുണ്ട്, 60-70% വരെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോഴത്തേക്ക് എല്ലാ വോയിസും എവിടെ ടോപ്പിലും ബോട്ടമിലും എല്ലാം നല്ല ക്ലാരിറ്റി വേണം. ഓക്കെ, ട്രൈ ട്രൈ ട്രൈ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാതിലോട്ടൊന്നും ഇങ്ങനെ പിടിച്ച്, ആ അങ്ങനെ, ആ ഇനി ഫുൾ പല്ലവി അങ്ങനെ പാടി. അടി അടി അടി. ഞാൻ നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ പെർഫോമൻസിനും സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കാര്യം എന്താ? ചെവിയില് കൈവെക്കരുത്. ആ ഇപ്പൊ എന്താ ചെയ്തേ? അത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അനുപലയിലൊക്കെ മൊത്തം ചെവി പിടിച്ചിട്ടാണല്ലോ പാടിയത്. ആ മീനുട്ടി, ആ ചെവിയിലൊന്ന് പിടിച്ച്. ചെവിയിൽ പിടിക്കണം. ആ ചെവിയിൽ പിടിച്ചു. ഒരു ചെറിയ കിഴി കൊടുത്ത.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് കിട്ടാറുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ഒരു 1 ഒന്ന്, രണ്ട്, 3. കാറ് സ്റ്റാർട്ട് മതിയോ? ഇത് അങ്ങളുടെ ആണ്, എന്റെ അല്ല. എന്നെ അടിക്കരുത്. ഓക്കെ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ. അപ്പോ ഇനി ഒരിക്കലും ഈ കണക്ഷൻ വേണ്ട. ഓക്കെ, കണക്ഷൻ എങ്ങനെയാണ് വേണ്ടത്? മൈക്കുമായിട്ട് കണക്ഷൻ മതി. 2 കൈയും മൈക്കിൽ പിടിക്കുക. ഒരു കാരണവശാലും ഒരു കൈയും മൈക്കിൽ നിന്ന് എടുക്കാതിരിക്കുക. അപ്പൊ സംഗതി പാടാനും ഇതിനും വേണ്ടി കൈ എടുക്കണ്ട, മൈക്കിൽ പിടിച്ച് പാടുക. പാടിക്കേ. അല്ലിയാമ്പൽ പൂവേ ചൊല്ലി ചൊല്ലു പൂവേ. ഇപ്പൊ എന്താ വെച്ചാ ഉള്ള എഫേർട്ട് എല്ലാം ഒത്തിരി എഫേർട്ടഡാണ്. അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ. വളരെ സിമ്പിൾ, മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പാടുക. അല്ലിയാമ്പൽ പൂവേ ചൊല്ലി ചൊല്ലു പൂവേ. ഭയങ്കര ഫ്രിക്ഷനാ. അതിന് ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കൈ മൈക്കിലായി പോയി. ഇങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ ശിവുവിന് കുറച്ചും കൂടി ഈസി ആവുന്നുള്ളൂ. അതൊരു പ്രാക്ടീസ് കാരണമാണ്. അത് സൈക്കോളജിക്കലായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോയി. രണ്ടാമത്തെ കാര്യം, ചെവി കൊണ്ടുവന്നാൽ മാത്രമേ പാട്ട് ശരിയാവൂ എന്നുള്ള വിചാരമുണ്ട്. അത് ശരിയല്ല. ഓക്കെ, എന്നാലേ ശ്രുതി ചേരുള്ളൂ എന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെറ്റാണ്. നമ്മുടെ വിശ്വാസങ്ങൾ അത് അന്ധവിശ്വാസങ്ങളാക്കുമ്പോൾ അത് മറികടന്നാൽ മാത്രമേ നമ്മൾ എവിടെ എത്തൂ? ടോപ്പിൽ. അപ്പൊ ടോപ്പിൽ എത്തണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പെർഫോമൻസിനേക്കാൾ ഏറെ മേളിലുള്ള പെർഫോമൻസ് ആണ് അങ്കിളും MG സാറും സിത്തുവും ഒക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ശിവാനിക്കുട്ട നന്നായിട്ട് പാടി. പക്ഷെ ശിവാനിക്ക് തന്നെ അറിയാലോ എന്തൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിലൊക്കെ ഉള്ളത്. അപ്പം അങ്കിൾ പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ മസിൽ മെമ്മറി എന്ന് പറയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ, എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മളുടെ കൈയോ കാലോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് കൊണ്ടൊക്കെ നമ്മൾ അതിന് ബോഡി എൻഗേജ് ചെയ്യുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ ഈ സത്യത്തിൽ ഈ തൊണ്ടയിൽ പാടുന്നതും ഈ കൈ ഇങ്ങനെ വെക്കണമെന്നിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ശീലമായി മാറും. പിന്നെ അങ്കിൾ പറഞ്ഞ മാതിരി കൈ ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ സംഗതി അങ്ങനെ വരുള്ളൂ എന്നുള്ളത് അങ്ങനെയാവും. അത് മസിലിന് ആ ഒരു മെമ്മറിയിലേക്ക് പോകും. അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എനർജി ആണല്ലോ. അപ്പോൾ പാടാനും കൂടിയുള്ള എനർജിയാണ് ഈ കയ്യിലും മുക്കാലിലും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണത് എന്ന് ആലോചിക്കണം. വോയിസ് കുറേ മാറിയിട്ടുണ്ട്. ഇന്ന് ശിവാനി പാടി തുടങ്ങിയപ്പോൾ ഞാൻ ഹെഡ്ഫോൺസിൽ ഇങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ചു അത് നല്ല തെളിച്ചുണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ വേറെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ പറയുമ്പോൾ, മോൾ വേറെ ഓഡിയൻസ് ചോയ്സിലൊക്കെ പാടുന്നത് ഞാനൊരു തവണ കേട്ടു. നല്ല രസമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ പിന്നെ ശിവാനി പാടിയത് ഒരു കാഷ്വലായിട്ട് റെക്കോർഡ് ചെയ്തത് നമ്മുടെ ഗ്രൂമേഴ്സ് ഇല്ലേ, അവരും പറഞ്ഞു അങ്ങനെ പെർഫോം ചെയ്യാൻ ശിവാനിക്ക് എന്തുകൊണ്ടോ കോമ്പറ്റീഷൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും അത് ഈ ഒരു സമയമുണ്ടല്ലോ 5 minutes അല്ലേ കിട്ടണത്, ആ സമയത്ത് എന്തുകൊണ്ടോ പറ്റണില്ല എന്നിങ്ങനെ പറഞ്ഞു. അതെന്താണ്? അറിയില്ല. അതെന്താന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അത് മോൾക്ക് മാത്രമേ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും എന്താണെന്നുള്ളത് ഓവർകം ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഒരു മോള് അതിൻ്റെ ഭാഗമാണ്. അതിങ്ങനെ കഴിയും. അത് കഴിഞ്ഞാലും പിന്നെയും പാടണ്ടേ ശിവാനിക്ക്. അപ്പോൾ അതെന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു പേടിയൊന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് കുറേ ഭാഗങ്ങൾ രസമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു ഈസ് ഉണ്ടായിരുന്നില്ല. താളം സ്ലോ ആക്കുമ്പോൾ പാടുന്നുണ്ട്. അതിനത്ര ഇതിങ്ങനെ ഈ കാഷ്വലായിട്ട് പാടിപ്പോണ്ട ഒരു പാട്ടല്ലേ. അങ്ങനെ ആ ഒരു ഈസിനെസ്സിലാണ് ഈ പാട്ടിൻ്റെ ഭംഗിയിരിക്കുന്നത്. അതെന്തുകൊണ്ടോ നഷ്ടപ്പെട്ട മാതിരി തോന്നി. ഇത്രയൊന്നും എഫേർട്ട് വേണ്ട അത് പാടാൻ കേട്ടോ. എല്ലാ ഭാഗത്തും അത് തോന്നി. ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയപ്പോൾ 1-2 സ്ഥലങ്ങൾ വളരെ ഭംഗിയായിരുന്നു. അങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇല്ല എന്നല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസി പ്രശ്നം എപ്പോഴും ശിവാനിയോട് പറയുന്ന കാര്യം തന്നെ. കുറേ മാറിയിട്ടുണ്ട്, ഇനിയും മാറാനുണ്ട്. ഓക്കെ മാ, ഗോഡ് ബ്ലെസ് യു. ശിവു, മുത്തൂസ് പറയുന്നത് that you have to improve. ഇനിയിപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ഒത്തിരി സ്റ്റേജ് എത്ര പാട്ട് പാടി കാണും ഇതുവരെ? 15 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക്സ് ഒക്കെ റൈറ്റ് ആക്കേണ്ട സമയമായി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രുതി ശ്രദ്ധിക്കണം, താളം ശ്രദ്ധിക്കണം, ഭാവം ശ്രദ്ധിക്കണം, പിന്നെ വോയിസ് മോഡുലേഷൻ ശ്രദ്ധിക്കണം, ഒരുപാട് എഫേർട്ട് ഇടരുത്, കാതി പിടിക്കരുത്, അങ്ങനെ എന്താണ് ഹെഡ് വോയിസ്, ജസ്റ്റ് വോയിസ്, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ബേസിക്സാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഇനി റൈറ്റ് ആക്കണം. ഇനി ഇവിടുന്ന് കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ടു ബി ടഫ്. സോ അതിനനുസരിച്ചുള്ള മാർക്കും ഗ്രേഡ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ
അതിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ബലം നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഗ്രേഡ് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ ബലം ഉണ്ടാക്കാൻ വേണ്ടി. അത് ദാറ്റ് ഇസ് ഫോർ യു ടു നോ ദാറ്റ് യു ഹാവ് ടു ഇംപ്രൂവ്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് B+ ഗ്രേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാം. അവിടെ നിന്ന് ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റ് അസൽ പെർഫോമൻസസ് ആണ്. ഒരു പ്രോമിസ്. നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എല്ലാം ഇപ്പൊ കുട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊള്ളാം. ഇപ്പം വെളിയിലൊക്കെ പാടുമ്പോൾ സിത്ത് പറഞ്ഞു പാടുമ്പോഴത്തേക്കിനെ നന്നായിട്ട് സൗണ്ടിങ് ഗുഡ്. ഇവിടെ വരുമ്പോൾ മാത്രം എന്താണ് സംഭവിക്കുന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക, പേടിക്കരുത് കേട്ടോ. കാരണം എനിക്ക് ബേസിക്കായിട്ട് തോന്നുന്നത് ഇവിടെ വരുമ്പോഴത്തേന് ഞങ്ങളെന്തോ വിചാരിക്കും, ഓഡിയൻസ് എന്തോ വിചാരിക്കും, ആരെന്ത് വേണേ വിചാരിച്ചോട്ടെ, ഞാൻ പാടും എന്നുള്ള ഒരു എന്താണ് ദൃഢ നിർണയത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സക്സീഡ് ചെയ്യാം. കാരണം ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ലോനപ്പം പിള്ളേ വിളിക്കാമല്ലേ? ലോനപ്പം പിള്ളേ ഒരു 8 ബുക്ക്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് B+ ഫോർ ദ സോങ്. ശിവാനി, ഓൾ ദി ബെസ്റ്റ്. വെൽക്കം. நொடிகளும் மறந்ததே மௌனம் நிரம்பியே உந்தனரு நான் நினைவின் பாதை மீது நடக்கிற அது முதல் காலடியில் உன்னை ക്യൂട്ടി ഡെപ്യൂട്ടീസ് ഓഫ് ടോപ്പ് സിംഗറിൽ ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഓഡിയൻസ്, ഇന്ന് ആരാ വരാൻ പോണേ? പേരെന്താ? അശ്വതി. അശ്വതി. എന്ത് ചെയ്യുന്നു? ഞാൻ +1 പഠിക്കുന്നു. +1 പഠിക്കുന്നു. എവിടെയാ പഠിക്കണേ? മാണിക്യമംഗലം NSS HSS. ഓക്കെ, അപ്പൊ ക്ലാസ്സിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും ടോപ്പ് സിംഗർ കാണാറുണ്ടോ? എല്ലാവരും കാണാറ്. ചേച്ചി കാണാറുണ്ടോ? ഓ, ഞാൻ കാണാറ്. കാണാറുണ്ട്. ടോപ്പ് സിംഗറിൽ ആരെയും ഏറ്റവും ഇഷ്ടം? എനിക്ക് ആദിത്യനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, ചേച്ചി പാട്ട് പാടോ? പാടും. നമുക്ക് പറഞ്ഞ പാടിയാലോ? ഓക്കെ, ഏത് പാട്ടാ പാടണേ? ഞാൻ യമുനയാത്രിയിലെ. ഓക്കെ. യമുനയാത്രിലെ ഈരക്കാற்றிலே கண்ணனோடு தானாடு பார்வை பூத்திட பாதை பார்த்திட பாவம் ராதையோ ആട്. താങ്ക് യു, നന്നായിട്ട് പാടിട്ടോ, അടിപൊളിയായിരുന്നു. ആദിത്യനെ വിളിക്കട്ടെ? ഓക്കെ, വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. ആദിത്യ, ചേച്ചിയുടെ പാട്ട് കേട്ടോ? നീ ഏത് ഗ്രേഡ് കൊടുക്കും? എ ടോപ്പ്. ഇഷ്ടപ്പെട്ടോ ഗ്രേഡൊക്കെ? ഓക്കെ, ഏത് പാട്ടാ പാടിക്കൊടുക്കണേ? ദേവാരം നോൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടമാണോ പാട്ട്? അപ്പൊ നന്നായിട്ട് പറഞ്ഞാട്ടോ. എപ്പോഴും TV-യിലല്ലേ ആദിത്യനെ കാണാറ്? അപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്താ തോന്നണേ? എന്താ പറയാ, ഒന്നും പറയാൻ പറ്റില്ലേ? ഒന്നൊക്കെ പാട്ട് കേക്കാട്ടോ. ഓക്കെ.
സിത്തു ചേച്ചി, ക്യൂട്ടി ദ ബിഡി സോപ്പ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ശ്രീഭുവൻ. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. ക്യൂട്ടി ദ ബിഡി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം, ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം നൽകുന്ന ഒരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ സിത്തു ചേച്ചി വെച്ചു. നാലമ്പലം നലമിഴും സ്വർഗമാ മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ സായന്തനം ചന്ദ്രികാ ലോലമാ